എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീപ്രസാദം. വേരുണ്ട് വിനിയില്ലേ, മയിലുണ്ട് ഭയമില്ലേ, ഗുഹനുണ്ട് കുറയില്ലേ, സ്കന്ദനുണ്ട് കവലയില്ലേ, വേലും മയിലും തുണை. ഓം ശരവണഭവായ നമഃ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരാളെ പരിചയപ്പെടുത്താനും അതുപോലെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കടയിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ ആള് ചോദിച്ചൊരു ഒരു രസകരമായ ചോദ്യമായിരുന്നു. ഇപ്പൊ വളരെയധികം ട്രെൻഡിങ് ആയിട്ടാണല്ലോ ഈ കരിങ്കാലി രക്തചന്ദനം, ദേവദാരു, രുദ്രാക്ഷ കാണുന്നത്. അപ്പൊ അതൊക്കെ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ? അതൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു ഘടകമാണോ, അല്ലെങ്കിൽ ഇത് മാത്രം ഉള്ളോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊരു സപ്പോർട്ടാണ്. ധരിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല എനർജി വേസ് നമുക്ക് ഉണരാൻ സാധിക്കും. അതിലുപരി ഇതൊന്നും അല്ലെങ്കിൽ തന്നെയാണ് നമുക്ക് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന വേറൊരു സമ്പ്രദായമാണ് ഏലസിലെ തകിട് നിറച്ച് ധരിക്കുക എന്നുള്ളത്. അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നായിരുന്നു. പക്ഷേ പിൽക്കാലങ്ങളിൽ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അതിനെയൊക്കെ വളരെയധികം ആളുകൾ ദുർവിനിയോഗം ചെയ്യുന്ന എന്നുള്ളതിലേക്ക് വന്നപ്പോൾ, അതായത് ഒരുപാട് പൈസ ചെലവാക്കിക്കൊണ്ടാണ് 5000-10,000 രൂപയ്ക്കാണ് ഒരു പൂച്ച ചെയ്തൊരു ഏലസ് ധരിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അത്രയും രൂപ വാങ്ങി ധരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് മിതമായ നിരക്കില് ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെമ്പിൽ തീർത്തിട്ടുള്ള അല്ലെങ്കിൽ വെള്ളിയിൽ തീർത്തിട്ടുള്ള തകിട് നമ്മുടെ വെള്ളി ഏലസില്, അല്ലെങ്കിൽ വെള്ളി തകിടാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണ ഏലസിൽ നമ്മൾ നിറച്ച് കൊടുക്കുന്നതാണ്. എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെരുന്നാളിലും നമുക്കത് പ്രത്യേകം ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം ആ യന്ത്രം പ്രിപ്പയർ ചെയ്ത് അവർക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി അതിൽ എഴുതിയത് കൊണ്ട് ജീവൻ അതിലുണ്ട്. ആ യന്ത്രത്തിനൊരു ജീവനുണ്ട്, ആ യന്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പൊ പൂജിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ചെയ്ത് ധരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുകയാണ്. അപ്പൊ നമുക്ക് വെള്ളി, ചെമ്പ്, തകിടുകൾ, ഏലസുകൾ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ചെമ്പിൽ തീർത്തിട്ടുള്ള തകിട് യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വെള്ളിയിൽ തീർത്തിട്ടുള്ളത്. എല്ലാം എടുത്തിട്ടില്ല, ഒരുപാട് ആയിരക്കണക്കിന് യന്ത്രങ്ങൾ, മന്ത്രങ്ങൾ രീതിയിലുള്ള യന്ത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭദ്രകാളി, സുബ്രഹ്മണ്യം, ബാലരക്ഷ, കുട്ടികൾക്കായിട്ട് ബാലരക്ഷ ഉപയോഗിക്കാം, പഠിക്കുന്നതിനായിട്ട് വിദ്യാമന്ദിരം ഉപയോഗിക്കാം. പൊതുവെ എല്ലാവർക്കും സുദർശന അല്ലെങ്കിൽ ശ്രീയന്ത്രം ധരിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ 6 വിരലിന്റെ തകിട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രെയിം ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ 4 വിരലിന്റെ തകിട് എന്ന് പറയുന്നത് നമുക്ക് നിറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇതാണ് വെള്ളി ഏലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് ഇറക്കി മൂലിക നിറച്ചിട്ടാണ് നമ്മളിത് അടച്ച് പശയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമുള്ള താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ തകിട് നിറയ്ക്കുമ്പോൾ അതിലൊരു പൊട്ടല് പോലും വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ അതിന് ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയും. അപ്പൊ അത്രയേറെ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ ഒരു ഏലസില് തകിട് നിറച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശരവണഭവായ നമഃ.